കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം BBA വിദ്യാർത്ഥികൾക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള 20ാമത്തെയും 21ാമത്തെയും 22ാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഓൾസോ ഇൻസേർട്ട് ഫോർ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 52 ആൻഡ് 77 എന്നാണ് പറഞ്ഞത്. എന്താണ് അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് തിയററ്റിക്കലി നിങ്ങൾ കൊടുക്കുക ഡെഫിനിഷൻ. ദെൻ പ്രോബ്ലം ജസ്റ്റ് നമുക്ക് നോക്കാം. ഇൻസേർട്ട് ഫോർ അരിത്തമെറ്റിക് മീൻ എന്നാണ് പറയുന്നത്. ഇൻസേർട്ട് ഫോർ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 52 ആൻഡ് 77 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? a is equal to 52 ആയിരിക്കും. ഇവിടെ ലാസ്റ്റ് ടേം ആണ് തന്നത്. ലാസ്റ്റ് ടേം ആണ് എത്ര? 77. ഇവിടെ നിങ്ങളോട് പറയുന്നത് 4 അരിത്തമെറ്റിക് മീൻ ഇതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതായത് 52 ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും. ദെൻ 2 3 4. ഓക്കെ, ദെൻ ലാസ്റ്റ് ടേം ആണ് എന്ത്? 77. ഇത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? 1 2 3 4 5 6. ഇപ്പൊ n is equal to എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 77 എന്താണ്? 6th ടേം ആണ്. a is equal to 52 ആണ്. അപ്പൊ നമുക്ക് a അറിയാം, a is equal to 52 ആണ്. ഇനി d അറിയില്ല. അപ്പൊ d കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ a6 തന്നിട്ടുണ്ട് നമുക്ക്. a6 is equal to ഇവിടെ എന്താണ്? a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുന്നു. a6 എത്രയാണ്? 77 ആണ്. a എന്ന് പറയുന്നത് എത്രയാണ്? a എന്ന് പറയുന്നത് 52 ആണ്. n എന്ന് പറയുന്നത് 6 ആണ്. 6 minus 1 into d അറിയില്ല. അതായത് 77 is equal to 52 plus 6 minus 1 5 into d എന്ന് വരും. അതായത് പ്ലസ് എന്നുള്ളത് സമത്തിന്റെ ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവുന്നു. മൈനസ് 52 is equal to എന്ത് വരും? 5d എന്ന് വരും. ഓക്കെ, അതായത് 25 is equal to 5d എന്ന് വരും. അതായത് d is equal to 25. അതായത് 5 സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ 5 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു d is equal to എന്ത് വരും? 5 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ d കിട്ടി, a കിട്ടി, n അറിയാം. ഇനി നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ഇടയിൽ 52 77 എന്നതിന്റെ ഇടയിൽ 4 അരിത്തമെറ്റിക് മീൻ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ടേം എത്രയാണ്? 52 ആണ്. d 5 ആണെന്ന് കണ്ടല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ടേം രണ്ടാമത്തെ ടേം എന്തായിരിക്കും? 57 ആയിരിക്കും. 52 എന്നതിന്റെ കൂടെ 5 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാല് രണ്ടാമത്തെ ടേം എന്ത് കിട്ടും? 57 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ടേം എങ്ങനെ വരും? 57ന്റെ കൂടെ 5 ആഡ് ചെയ്യുന്നു, അപ്പൊ 62 വരും. ദെൻ ഇതാണ് മൂന്നാമത്തെ ടേം. നാലാമത്തെ ടേം എന്ത് വരും? ഇതിന്റെ കൂടെ 5 ആഡ് ചെയ്യുന്നു, 67 വരും. ഇനി അഞ്ചാമത്തെ ടേം ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം, അപ്പൊ 72 എന്ന് വരും. ലാസ്റ്റ് ടേം എന്താണ്? 77 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും 4 വാല്യൂസിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, 57 62 67 ഇതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ 4 അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇതാണ്. 57 62 67 72 ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 4 അരിത്തമെറ്റിക് മീൻ ഇതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ അല്ലെ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 പറഞ്ഞിട്ടുള്ളത് ഇഫ് ദി 5th ആൻഡ് 10th ടേം ഓഫ് GP ആർ 32 ആൻഡ് 1024 റെസ്പെക്ടീവ്ലി ഫൈൻഡ് ദി ഫസ്റ്റ് ടേം ആൻഡ് ദി കോമൺ റേഷ്യോ. ഇവിടെ പറയുന്നത് 5th ടേം തന്നിട്ടുണ്ട്. 5th ടേം ഓഫ് GP ആണ് എന്ത്? 5th ടേം ഓഫ് GP 32 ആണ്. ദെൻ നെക്സ്റ്റ് 10th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 1024 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ GP ആണ്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് പറയുന്നത്. ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ടേം കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ an എന്നാണ് AR:n-1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. AR:n-1. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. 5th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വരും? 5th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AR:n-1 അല്ലേ പറഞ്ഞത്? 5 - 1 ഈസ് ഈക്വൽ ടു എന്നാണ്? 32 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AR:4 ഈസ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഇതേപോലെ നമ്മള് 10th ടേം എന്ന് പറയുന്നത് AR:10 എന്തായിരിക്കും? 10 - 1 ഈസ് ഈക്വൽ ടു 1024 ആണ്. ദാറ്റ് ഈസ് AR:9 ഈസ് ഈക്വൽ ടു 1024 എന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അതായത് AR/4 = 32. ഇത് ഒന്നാമത്തത്. രണ്ടാമത്തത് AR/9 = 1024. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടിൽ നിന്നും ഒന്നിന് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. AR/9 / AR/4 കാണുമ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയും എയും വെട്ടിപ്പോന്നു. ഓക്കെ അല്ലെ? ഇനി R/9 ഡിവൈഡ് ബൈ R/4 എന്ന് പറയുമ്പോൾ ഈ 9ൽ നിന്ന് 4 കുറച്ച് എഴുതിയാൽ മതി. അതായത് R/5 എന്ന് കിട്ടും. ഇനി 1024 ഡിവൈഡ് ബൈ 32 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 32 ആണ് കിട്ടുക. അതായത് R/5 എന്താണ്? 32 ആണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 5√32 കാണണം. 5√32 കണ്ടാല് R എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതായത് ഇവിടെ 2 കണ്ടാലാണ് ഇവിടെ നമുക്ക് 32 കിട്ടുന്നത്. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 ആണെന്ത്? 32. ഓക്കെ. 2നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ R എന്ത് കിട്ടും? 2 കിട്ടും. അതായത് നിങ്ങൾ 5√32 കണ്ടാല് നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. ഇപ്പൊ R-ന്റെ വാല്യൂ കിട്ടി. ഓക്കെ. R എത്രയാണ്? 2 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 5th ടേം എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. AR/4 = 32 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് R-ന് അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ A × R എത്രയാണ്? 2 ആണ്. 2/4 എന്താണ്? 32 ആണ്. ഓക്കെ. അതായത് A × 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് 2 × 2 4, 4 × 2 8, 8 × 2 16 എന്ത് വരും? A × 16 എന്ന് വരും. A/2/4 16 എന്ന് കിട്ടും. E = 32 ആണ്. അങ്ങനെയാണെങ്കിൽ A എങ്ങനെ വരും? 32 ഡിവൈഡഡ് ബൈ, ഇതിനെ സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോ ഡിവൈഡ് ബൈ എന്ത് വരും? 16 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. A = 2. ഓക്കെ. അപ്പൊ ഇവിടെ A ന്റെ വാല്യൂ എത്രയാണ്? A ന്റെ വാല്യൂ 2 ആണ്. R ന്റെ വാല്യൂ 2 ആണ്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ₹10,000 ഫോർ 3 years at 5% per annum എന്നുള്ളതാണ്. അതായത് ഇവിടെ CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പാർട്ടാണ്. P ക്വസ്റ്റ്യനിൽ എത്രയാണ്? 10,000 ആണ്. ഇനി അതേപോലെ N എത്രയാണ്? 3 years ആണ്. ദെൻ R എത്രയാണ്? 5% ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ആദ്യം നമ്മൾ എമൗണ്ട് ആണ് കാണുന്നത്. എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? P × 1 + R / 100 N ആണ്. അതായത് P എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എമൗണ്ട് P എന്ന് പറയുന്നത് 10,000 ആണ്. ഇൻറ്റു 1 + R എത്രയാണ്? 5 ആണ്. ഡിവൈഡ് ബൈ 100 N എത്രയാണ്? 3 ആണ്. ഇപ്പോൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ 10,000 ഇൻറ്റു, ഇനി ഇവിടെ 1 + 5/100 ആണ്. ഇത് നമുക്ക് A/B + C/D എന്ന് പറയുന്ന രൂപത്തിലാണ്. ഇതെങ്ങനെയാണ്? AD + BC ഡിവൈഡ് ബൈ BD. ഇതേ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. 1 × 100. ഓക്കെ. 100 + 1 × 5 5 ഡിവൈഡ് ബൈ 1 × 100 100. അതായത് ഇങ്ങനെ വരും 10,000 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറും. അതായത് 10,000 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100 നമ്മൾ കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ 1.05 എന്ന് കിട്ടും. 1.05 അതായത് 10,000 ഇൻറ്റു 1.05 കണ്ടാൽ 1.157625 എന്ന രീതിയിൽ കിട്ടും. അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 11,576.25 എന്നുള്ള രീതിയിലേക്ക് കിട്ടും. അപ്പൊ ഇത് കിട്ടിയത് എന്താണ്? എമൗണ്ട് ആണ്. നമുക്ക് കാണേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ 11,576 മൈനസ് 25 നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 കുറക്കണം. അപ്പൊ 10,000 കുറച്ചാൽ എന്ത് കിട്ടും? 1576.25 എന്നുള്ള രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.